ഹലോ. അപ്പോൾ ഇതിന് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കെമിക്കലും ചേർക്കാത്ത അടിപൊളി കയ്പ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ നേരത്തെ 2 പൊട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടി പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ തീരെ കുഞ്ഞതൊന്നും പൊട്ടിച്ചില്ല. അപ്പോൾ ഈ വലിപ്പത്തിലുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ പൊട്ടിച്ചു. അപ്പോൾ ഇതിലൊരു വലിയ കയ്പ്പയ്ക്ക ഞാൻ മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കയ്പ്പില്ലാതെ ഒരു കയ്പ്പയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ കുരുവൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് നീളത്തിൽ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അത് പറയുന്നല്ല, എന്തായാലും ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പകുതി കയ്പ്പയ്ക്ക നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കയ്പ്പയ്ക്കൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക കഴിക്കാൻ എല്ലാവർക്കും മടിയേക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ കയ്പ്പാണല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഒരു കയ്പ്പും കൂടാതെ തന്നെ നമുക്ക് കയ്പ്പയ്ക്ക കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.